Hi friends, welcome back. AR glass. ഒരു കിഡിലിന് AR glass അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോൺ ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഡിസ്പ്ലേ ഉള്ള ഒരു ഫോണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സാംസങ്ങിന്റെ പുതിയൊരു ഫോൺ വരാൻ പോകുന്നു. അങ്ങനെ കുറച്ചധികം വാർത്തകൾ കൂടി ചേർന്ന ഒരു ചെറിയ ടെക് അപ്ഡേറ്റ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ ആദ്യത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് സാംസങ്ങിന്റെ M12. ഓൾറെഡി M11 നമുക്കറിയാം, ഒരു ഡീസൻ്റ് ആയ ഒരു മിനിമം റേഞ്ചിലുള്ള ഒരു ഫോണാണ്. ഒരു 10 രൂപ 11 രൂപ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഫോണാണ്. അതിൻ്റെ ഒരു പുതിയ ജനറേഷൻ ഫോൺ വരികയാണ്. ബട്ട് എൻ്റയർലി പുതിയ ലെവലിലാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാം പുതിയ ഫോണിൻ്റെ ഡിസൈൻ. നല്ല സ്റ്റൈലിഷ് ആയ ട്രെൻഡി ലുക്കിൽ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്വയർ കട്ട് ക്യാമറ ഷേപ്പ്, ക്വാഡ് ക്യാമറ, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളും, ഒരു ഡുവൽ ടോൺ കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓവറോൾ ആ ഒരു M11 എന്ന ഫോൺ പോലെ അല്ല, കംപ്ലീറ്റ്ലി ഒരു ഡിഫറൻ്റ് ആയ ഡിസൈനിലും കാര്യങ്ങളിലൊക്കെയാണ് M12 വരാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ ലീക്ഡായി വരുന്ന ഇമേജുകൾ. സോ ഓവറോൾ സാംസങ് ട്രെൻഡിനൊപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ലേറ്റസ്റ്റ് ആയി മറ്റനേകം ബ്രാൻഡുകൾ ഫോളോ ചെയ്യുന്ന അതേപോലത്തെ ഒരു ട്രെൻഡി സ്റ്റൈൽ തന്നെ ഫോളോ ചെയ്തുകൊണ്ടാണ് M12 വരാൻ പോകുന്നതെന്നാണ് ഈ ലീക്ക് ഇമേജുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഫ്രണ്ടിൽ ഒരു വി നോച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ്, അവിടെ വേറെ കാര്യമായ ഡിഫറൻസ് ഒന്നുമില്ല. ബട്ട് എങ്കിലും അതൊരു ബെസ്റ്റ് ഡിസൈനിലേക്ക് അവർ എടുത്തിട്ടുണ്ട്. സോ ഒത്തിരി വ്യത്യസ്തമായ നല്ലൊരു കോമ്പീറ്റ് ചെയ്യാവുന്ന ആ ഒരു റേഞ്ചിൽ മറ്റുള്ള ഫോണുകളോട്, ചൈനീസ് ഫോണുകളോട് കോമ്പീറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള നല്ല ഡിസൈനിലാണ് ഇറക്കുന്നത്. എന്തായാലും ഈ ഒരു ടൈമിൽ ഇത് ആവശ്യം കൂടിയാണ്. കാരണം ഇന്ത്യൻ ഫോണായ മൈക്രോമാക്സിന്റെ ഫോണൊക്കെ ഒരു ബെസ്റ്റ് ഫോണായിട്ട് ആ റേഞ്ചിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ചൈനീസ് ഫോണുകൾ വേണ്ടാന്ന് വിചാരിക്കുന്നവർ സാംസങ് ഫോൺ എടുക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ മൈക്രോമാക്സ് കൂടി ഉള്ളത് കൊണ്ട് ഒരു നല്ല കോമ്പറ്റീഷൻ സാംസങ്ങിനോട് നേരിടാനുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ആവശ്യമായിരുന്നു. അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയ ലുക്കിലാണ് ഈ ഒരു പുതിയ ഫോൺ അവർ കൊണ്ടുവരുന്നത്. പിന്നെ അതിനകത്ത് 6.5 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ 7000 mAh ബാറ്ററി ഉള്ള ഫോൺ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. 11-12 രൂപ റേഞ്ചിൽ 7000 mAh ഉള്ള ബാറ്ററി ഉള്ള ഫോൺ വരുമോ എന്നുള്ള കാര്യം ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്. എങ്കിൽ പോലും അതിന്റെ ഓവറോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കാണുന്ന പോലെ ആയിരിക്കും എന്നുള്ളത് ഏറെക്കുറെ കൺഫേം ആണ്. എന്തായാലും M12 ഒരു വ്യത്യസ്തമായ നല്ലൊരു ഫോണായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു കാര്യം, ഓപ്പോയുടെ ലോഞ്ച് ഇവന്റ് എല്ലാവരുടെ ഇന്നോവ ഡേ എന്ന് പറയുന്ന ഒരു ഇവന്റ് നടത്തിയിട്ടുണ്ട്. അവർ കൊണ്ടുവരാൻ പോകുന്ന നല്ല ടെക്നോളജികളെ കുറിച്ച് നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു ഇവന്റ് ആയിരുന്നു. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള 2 ഘടകങ്ങൾ വരാൻ പോകുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടെന്താണ്, AR ഗ്ലാസും ഒരു റോളബിൾ ഡിസ്പ്ലേ ഫോണും. രണ്ടും അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. കൺസെപ്റ്റ് ആണ്, അടുത്ത വർഷമാണ് അവർ AR ഗ്ലാസ് ഒക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ബട്ട് എങ്കിലും അതിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല സ്റ്റൈലും ലുക്കിലുള്ള ഒരു ഗ്ലാസ് തന്നെയാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഗ്ലാസിന്റെ രണ്ട് സൈഡിലും നമുക്ക് ക്യാമറകൾ വരുന്നുണ്ട്. ആ 2 ക്യാമറകൾ ഉൾപ്പെടുന്നത് സ്റ്റീരിയോ ഫിഷ് ഐ ക്യാമറ, 3D ക്യാമറ സെറ്റപ്പ്, അതായത് TOF ക്യാമറ സെറ്റപ്പ്, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് RGB ക്യാമറ, അങ്ങനെയുള്ള ക്യാമറകൾ കൊണ്ട് നിറഞ്ഞ ഒരു കണ്ണടയാണ്. നമുക്കൊരു റിയൽ ലൈഫിൽ കാണുന്ന പോലെ തന്നെയുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഈ കണ്ണടയുടെ ഉള്ളിൽ കൂടി നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. സോ ഓവറോൾ നല്ലൊരു സെറ്റപ്പിലാണ് ഈ ഒരു ഗ്ലാസ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തുള്ള CPU GPU സംവിധാനങ്ങളെല്ലാം വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റി, മൂവീസ്, അതേപോലെ എന്താ പറയുക, ഗെയിമുകൾ, ഇതെല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് നീറ്റായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഗെയിമൊക്കെ കുറച്ച് ഗെയിമുകളെ ഉണ്ടാവുള്ളൂ, എങ്കിലും അതൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അതേപോലെ JD.com പോലുള്ള സൈറ്റുകളിൽ നമുക്ക് AR പർച്ചേസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വക സംവിധാനങ്ങൾക്കും ഈ ഒരു ഗ്ലാസ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ ഓഗ്മെന്റഡ് റിയാലിറ്റി ഫ്യൂച്ചർ എന്തായാലും അതിന്റെ തന്നെയാണ്. ഭാവിയിലേക്കുള്ള ടെക്നോളജി എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് ഈ ഗ്ലാസുകൾ, വാച്ചുകളൊക്കെയാണ് ഇന്നോവേഷൻ ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. സോ ഭാവിയിലേക്കുള്ള ഒരു ടെക്നോളജി തന്നെയാണ് AR ഗ്ലാസ്. നമുക്ക് ഓൾറെഡി അറിയാം, അതിന്റെ ഏറ്റവും പുതിയ വെർഷനാണ് അവരിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആപ്പിളും ഇതേപോലെ ടെക്നോളജികളുമായിട്ട് വരാനിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. എന്തായാലും ഓപ്പോയുടെ AR ഗ്ലാസ് ആണ് നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു സെറ്റപ്പ്. ഇനി ഈ AR ഗ്ലാസിന്റെ ഒപ്പം തന്നെ അവർ അവതരിപ്പിച്ചിരിക്കുന്ന മറ്റൊരു ഘടകമാണ് റോളബിൾ ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ. സാധാരണ ഫോൾഡിംഗ് ഫോണുകൾ നമുക്കറിയാം, രണ്ടായിട്ട് മടക്കാവുന്ന ഫോണുകൾ. സാംസങ്ങിന്റെ ഫോൾഡിംഗ് ഫോൺ, മറ്റനേകം ഫോൾഡിംഗ് ഫോണുകൾ വരുന്നതായിട്ട് നമ്മൾ കേട്ടിരുന്നു. ഇതെല്ലാം ഫോൾഡിംഗ് ഫോണുകളാണ്. ഒരു വലിയ ഫോൺ ആണെങ്കിൽ, ഒരു വലിയ ടാബ് ആണെങ്കിൽ അതിനെ രണ്ടായിട്ട് മടക്കി കൈപ്പിടിക്കുന്ന പോലുള്ള ഒരു ഫോൾഡിംഗ് സംവിധാനമാണ്. ബട്ട് ഓപ്പോ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു മെക്കാനിസമേ അല്ല, ഇത്തിരി ഡിഫറൻ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ഒരു മൂവ്മെന്റ്. സാധാരണഗതിയിലുള്ള ഒരു ഫോൺ നമുക്ക് ജസ്റ്റ് നോർമൽ ഫോൺ പോലെ ഇരിക്കുന്നത് ഒന്നിങ്ങനെ സൈഡിൽ നിന്ന് ജസ്റ്റ് വലിച്ചു നീർന്ന് ഒരു ടാബ് പോലെ 7.4 ഇഞ്ച് വരുന്ന ഒരു വലിയ ടാബ് പോലെയായിട്ട് മാറി നമുക്ക് ടാബായിട്ട് യൂസ് ചെയ്യാം. തിരിച്ച് സൈഡിൽ നിന്ന് അമർത്തി കഴിഞ്ഞാൽ ചുരുങ്ങി വീണ്ടും അത് നോർമൽ ഫോണിന്റെ 6.7 ഇഞ്ച് വരുന്ന ഒരു വലിയ ഫോണിന്റെ ലുക്കിലേക്ക് അത് മാറും. ആവശ്യമുള്ളപ്പോൾ സൈഡിൽ പിടിച്ചൊന്ന് വലിച്ചാൽ മതി, അത് വലിയ ടാബായിട്ട് മാറും. അപ്പോൾ 6.7 നിന്ന് 7.4 ഉള്ള വലിയ ടാബാക്കി മാറാൻ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. എക്സ്ട്രാ പാർട്ടൊന്നുമില്ല, ജസ്റ്റ് നോർമൽ ആയിട്ടുള്ള ഒരു ഫോൺ, നോർമൽ ആയിട്ടുള്ള ഒരു ടാബ് സൈഡിൽ നിന്ന് നീക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ മെക്കാനിസം. സോ ഇതെങ്ങനെ ഉണ്ടാവും എന്ന് നോക്കിയാൽ നമുക്കറിയില്ല. ഇത് ഭാവിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുമോ, റോളബിൾ ഡിസ്പ്ലേ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ കൺഫ്യൂസിംഗ് ആണ്. ബട്ട് അങ്ങനെ നടക്കില്ല എന്നൊന്നും ആരും വിചാരിക്കരുത്. കാരണം ഇതുവരെ നടത്തി കാണിക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. LGയുടെ റോളബിൾ ഡിസ്പ്ലേയിലെ TVകൾ വന്നിട്ടുണ്ട്. സോ റോളബിൾ ഡിസ്പ്ലേ ഉറപ്പായിട്ടും നടക്കുന്ന കാര്യം തന്നെയാണ്. അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ബ്രാൻഡുകൾ. അപ്പോൾ ഇവരുടെ റോളബിൾ ഡിസ്പ്ലേ ഉള്ള ഫോൺ ഇവർ അവതരിപ്പിച്ചിരിക്കുകയാണ്. സംഗതി എന്തായാലും
ഫോൾഡായിട്ട് മടക്കിക്കൂട്ടി കൈപ്പിടിക്കുന്ന ആ ഫോണിനേക്കാൾ കുറെ കൂടി കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് ഉള്ള ഒരു ഫോണാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? അടിപൊളിയാണോ? തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഷെയർ ചെയ്യണം. പിന്നെ ഇത് ഇങ്ങനെ ജസ്റ്റ് വലിച്ച് നിൽക്കുമ്പോൾ ഡിസ്പ്ലേ സൈസ് കൂടിയ ഒരു ആംഗിൾ, അതുപോലെ കുറഞ്ഞ 6.7 അല്ലെങ്കിൽ 7.4, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ആംഗിൾ മാത്രമല്ല, ആവശ്യാനുസരണം വലിച്ചു നീട്ടാമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. 6.7 ഉള്ള ഒരു നോർമൽ ഫോൺ പോലെ ഇരിക്കുന്നു. നമ്മൾ കുറച്ചൊന്ന് വലിച്ചു ഒരു 7 ഇഞ്ച് വലുപ്പത്തിലേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. 7.2 ഇഞ്ചിലേക്ക് വലിച്ചു വെച്ച് ഉപയോഗിക്കാം. 7.4 മാക്സിമം ലെവലിലേക്കും എങ്ങനെ വേണമെങ്കിലും ഏത് ലെവലിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷനുകളും കാര്യങ്ങളും ഒക്കെ ഈ ഡിസ്പ്ലേയുടെ മൊത്തം അറേഞ്ച്മെന്റ് ഡിസ്പ്ലേ വലിക്കുന്നതിനനുസരിച്ച് വലിപ്പം കൂടുന്നതിനനുസരിച്ച് മാറി മാറി വരുന്നത് നമുക്ക് കാണാം. അതിൻ്റെ ഒരു സാമ്പിൾ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഓവറോൾ ഈ ഒരു സംഗതി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ട ഡിസ്പ്ലേ മെക്കാനിസങ്ങളിൽ നിന്നും ഇത്തിരി വ്യത്യസ്തമായ കുറെ കൂടി കൺവീനിയൻ്റ് ആയ നല്ലൊരു രീതിയിലാണ് ഓപ്പോ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരിതിന് 112ഓളം വരുന്ന പേറ്റന്റുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 12 ഈ ഡിസ്പ്ലേ ടെക്നോളജിക്ക് മാത്രമുള്ളതാണ്. എന്ന് വെച്ചാൽ ഇത് മറ്റാരും കോപ്പി അടിക്കരുതെന്ന് ഭയങ്കരമായിട്ട് ഇവർക്ക് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. ബട്ട് റോളബിൾ ഡിസ്പ്ലേ ഓൾറെഡി മറ്റുള്ള കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മറ്റുള്ള ബ്രാൻഡുകളുടെയും ഡിഫറെൻറ്റ് നെയിമിലൊരു ഈ പറയുന്ന പേര് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. മെയിനായിട്ടും ഏറെക്കുറെ ഇതേ സെറ്റപ്പിലുള്ള ഫോണുകൾ ധാരാളമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഷെയർ ചെയ്യാം. ഇനി അടുത്തൊരു കാര്യം, പബ്ജിയുടെ നമ്മുടെ നോർമൽ അക്കൗണ്ടുകൾ, നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരുന്ന അക്കൗണ്ടുകൾ ഇന്ത്യൻ പബ്ജി വരുമ്പോൾ അതിനകത്ത് കിട്ടുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ലെങ്കിലും അത് കിട്ടുമെന്നാണ് ഏറെക്കുറെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തെളിവ് കൂടി വന്നിട്ടുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞൊരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പബ്ജി ഐ ഡി അവർ കൊടുക്കുന്നുണ്ട്. ആ ഐ ഡിക്കകത്ത് കയറി പരിശോധിച്ചാൽ ആ ഒരു പബ്ജി ഐ ഡി ഉള്ള അക്കൗണ്ട് ഇന്ത്യൻ പബ്ജിയിലേക്ക്, പബ്ജി മൊബൈൽ ഇന്ത്യയിലേക്ക് മിഗ്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട്, അതായത് കൂട്ടിച്ചേർത്തിരിക്കുന്നതായിട്ട് കാണാം. ഓൾറെഡി ടെൻസെന്റിലെ അല്ലെങ്കിൽ ഗ്ലോബൽ വെർഷനിൽ കിടക്കുന്ന ഐ ഡി മാറ്റി പബ്ജി മൊബൈൽ ഇന്ത്യയിലേക്ക് മാറ്റിയിട്ടാണ് ആ അക്കൗണ്ട് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പബ്ജി മൊബൈൽ ഇന്ത്യ എന്ന് പറയുന്ന ഗെയിമിന്റെ ട്രയൽ വെർഷൻ ഓൾറെഡി ഏതൊക്കെ കുറച്ച് നല്ല ഗെയിമേഴ്സിന് കിട്ടിയിട്ടുണ്ട്. അവരത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരാളുടെ ഐ ഡി ആണ് പുറത്ത് കിട്ടി, അയാൾക്കത് കിട്ടിയെന്ന് മനസ്സിലാക്കി ആ ഐ ഡി ഉപയോഗിച്ചുള്ള വീഡിയോസ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സംഗതി എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കി, സംഗതി ശരിയാണെന്ന് തോന്നുന്നു. എന്തായാലും പബ്ജി മൊബൈൽ ഇന്ത്യയിലേക്ക് ഓൾറെഡി ഈ ഡാറ്റ ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് അത് പലരും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ട്രയൽ ബേസിലാണെങ്കിലും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൽ അവരുടെ സ്കിന്നുകളും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അക്കൗണ്ടിലാണെങ്കിൽ ഗ്ലേഷ്യർ സ്കിന്നും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഈ M4ന്റെ ഒക്കെ. സോ അതുകൊണ്ട് തന്നെ ആ അക്കൗണ്ട് നമുക്ക് ഒറിജിനൽ അക്കൗണ്ട് അതുപോലെ തന്നെ പബ്ജി മൊബൈൽ ഇന്ത്യയിൽ കിട്ടുമെന്നുള്ളതിൽ ഇനി ഒരു കൺഫ്യൂഷനും വേണ്ട. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ചെറിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്, പേസിലോ അല്ലെങ്കിൽ വേറെ ടോപ്പ് ലെവലിൽ കളിക്കുന്ന ആളാണെങ്കിലും ഏറ്റവും കുറഞ്ഞ ബ്രൗൺസ് ലെവലിൽ നിന്ന് തന്നെ കളിച്ച് തുടങ്ങേണ്ടി വരും എന്നുള്ളൊരു കാര്യം മാത്രമാണ് അവിടെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. വലിയ ഇഷ്യൂ ഒന്നുമില്ല. പബ്ജി മൊബൈൽ ഇന്ത്യ വരുമ്പോൾ പിന്നെ അതിനകത്തിരി റാങ്ക് താഴ്ന്നു പോയി എന്നുള്ളത് കൊണ്ട് ആർക്കും ഒരു വിഷമം ഉണ്ടാവാനില്ല. അത് വന്നാൽ മതി, ബാക്കി നമുക്ക് കളിച്ച് റാങ്ക് കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. സോ ഓവറോൾ സെറ്റപ്പാണ് കാര്യങ്ങളൊക്കെ. സീസൺ 16 ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. RPയുടെ റോയൽ പാസ് സീസൺ 16 ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സീസണിൽ നമുക്ക് അടിച്ച് പൊളിച്ച് കളിച്ച് തുടങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കാം. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.